നമസ്കാരം. പ്രധാന വാർത്തകൾ. സൂപ്പർ പോരിൽ പാകിസ്ഥാന് ടോസ്. ഇന്ത്യൻ ടീമിൽ മാറ്റമില്ല. ലോക കായിക ഭൂപടത്തിലെ ഏറ്റവും വാശിയേറിയ മത്സരമായ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് പോരിൽ പാക് പടയ്ക്ക് ടോസ്. ക്യാപ്റ്റൻ മുഹമ്മദ് റസ്വാൻ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഇന്ത്യൻ ടീമിൽ മാറ്റമില്ല. അതേസമയം പാക് ടീമിൽ ഒരു മാറ്റമുണ്ട്. ഓപ്പണറായി ഇമാമുൽ ഹക്കിനെ പാക് ടീം കൊണ്ടുവന്നു. ഫക്കാറിന് പകരമാണിത്. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പദവിയിലെത്തുന്ന ആദ്യ വനിത. ഡൽഹിയിൽ അതിഷി പ്രതിപക്ഷ നേതാവാകും. മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി നേതാവുമായ അതിഷിയെ ഡൽഹി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. ഡൽഹി നിയമസഭയിലെ ആദ്യത്തെ വനിതാ പ്രതിപക്ഷ നേതാവാണ് അതിഷി. ആം ആദ്മി പാർട്ടിയുടെ നിയമസഭാ കക്ഷി യോഗത്തിലാണ് MLA-മാർ ഏകകണ്ഠമായി അതിഷിയെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തത്. യോഗത്തിൽ AAP ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളും 22 പാർട്ടി MLA-മാരും പങ്കെടുത്തു. സഞ്ജീവ് ദ MLA ആണ് അതിഷിയുടെ പേര് യോഗത്തിൽ നിർദ്ദേശിച്ചത്. ഡൽഹിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരേ സമയം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വനിതകളാകുന്നത്. അതേസമയം ഡൽഹി നിയമസഭയുടെ ആദ്യ സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കും. സ്വത്തിനെ ചൊല്ലി തർക്കം. ചെങ്ങന്നൂരിൽ അനിയൻ ചേട്ടനെ കൊന്നു. പ്രതി അറസ്റ്റിൽ. ചെങ്ങന്നൂർ ഉഴത്തിൽ ചക്രപാണിയിൽ വീട്ടിൽ പ്രസന്നനാണ് മരിച്ചത്. പ്രതിയായ സഹോദരൻ പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ന് പുലർച്ചെയാണ് സംഭവം. മദ്യപിച്ച വീട്ടിലെത്തിയ പ്രസന്നനെ കഴുത്തിൽ കയർ കൊണ്ട് കുരുക്കിയാണ് ചേട്ടനെ കൊന്നത്. ഇരുവരും തമ്മിൽ കുടുംബസ്വത്തിനെ ചൊല്ലി തർക്കമുണ്ടായിരുന്നു. മുമ്പ് സഹോദരങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ. തിരുവനന്തപുരം വട്ടപ്പാറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുറ്റ്യാനിയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ ഭാര്യയെയും ഭർത്താവിനെയും കണ്ടെത്തിയത്. വട്ടപ്പാറ കുറ്റ്യാനി സ്വദേശി ബാലചന്ദ്രൻ, ഭാര്യ ജയലക്ഷ്മി എന്നിവരാണ് മരിച്ചത്. ജയലക്ഷ്മിയെ കൊലപ്പെടുത്തിയ ശേഷം ബാലചന്ദ്രൻ തൂങ്ങി മരിക്കുകയായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു. സ്ഥലത്ത് പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ സ്വീകരിച്ചു. വാഹനയാത്രക്കാരെ ലക്ഷ്യമിട്ട് ഹൈവേ കവർച്ചാ സംഘം. 4 പേർ പിടിയിൽ. പാലക്കാട് ഹൈവേ കേന്ദ്രീകരിച്ച് വാഹനയാത്രക്കാരെ ലക്ഷ്യമിട്ട് കവർച്ച നടത്തുന്ന സംഘം പിടിയിൽ. പാലക്കാട് പുതുശ്ശേരിക്ക് സമീപം കുരിക്കാട് വെച്ചാണ് 4-അംഗ സംഘം പിടിയിലായത്. കേന്ദ്ര ഏജൻസി ഉദ്യോഗസ്ഥരെന്ന വ്യാജേനയാണ് ഇവർ ഹൈവേയിൽ വെച്ച വാഹനയാത്രക്കാരെ കവർച്ചയ്ക്കിരയാക്കാൻ ശ്രമിച്ചത്. പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പിടികൂടുകയായിരുന്നു. കണ്ണൂർ സ്വദേശിയായ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടതായി പോലീസ് പറഞ്ഞു. തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശി വിഷ്ണുരാജ്, കൊച്ചി കടാച്ചി സ്വദേശി പ്രജേഷ്, കൂത്തുപറമ്പ് സ്വദേശി ഷിജിൻ, ആലപ്പുഴ കായംകുളം സ്വദേശി രഞ്ജിത്ത് എന്നിവരാണ് പിടിയിലായത്.